പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടക്കൻ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തുനിൽക്കുന്നു. ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും രാഷ്ട്രീയ മനസ്സറിയാം. അല്പസമയത്തിനുള്ളിൽ, 1 മണിക്കൂറിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ വരും. ഹരിയാനയിൽ ഭൂപീന്ദർ ഹൂഡ അധികാരത്തിലേക്ക് എത്തുമോ? ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ സഖ്യം ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമോ? ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ഫീൽഡിൽ നിന്നും ചേരുന്നു. ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും നമുക്ക് കൂടുതൽ ഈ കൗണ്ടിംഗ് ദിനം പ്രത്യേക സവിശേഷതകളുള്ളതാക്കി മാറ്റാൻ, കൂടുതൽ ആഘോഷത്തിലേക്ക് വേണ്ടി രണ്ടുപേർ നമുക്കൊപ്പം ചേരും. നമുക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും. നമുക്ക് അവരെ സ്വാഗതം ചെയ്തു കൊണ്ടുവരാം. ഉണ്ണി ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. സ്മൃതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹരിയാനയിലെ ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ആയാറാം ഗയാറാമിന്റെ മണ്ണാണ്. അപ്പോൾ 50 സീറ്റുകളെങ്കിലും ഭൂപീന്ദർ ഹൂഡ നേടിയില്ലെങ്കിൽ അവിടെ എന്ത് കളിയും നയാബ് സിംഗ് സൈനി കളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം രണ്ടിടത്തും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും ജമ്മു കാശ്മീരിൽ, ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിയാനയിലും മേധാവിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തിൽ കാണുമോ എന്നതാണ് ചോദ്യം. അല്ല, വളരെ പ്രധാനമായിട്ട് ഹരിയാനയിൽ ഒരു നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ തവണ അവിടെ ഒറ്റക്കക്ഷിയായിട്ട് വരും. അവർ സർക്കാർ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജമ്മു കാശ്മീരിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഹങ് അസംബ്ലിയാണ്. എങ്കിൽ കൂടിയും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും വേണമെങ്കിൽ PDP കൂടി ചേർന്നിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ അർത്ഥത്തിൽ BJPക്ക് യാതൊരു പ്രതീക്ഷയും നൽകുന്ന ഒരു ദിവസമല്ല ഇന്ന് ഹരിയാന ആയാലും ജമ്മു കാശ്മീർ ആയാലും. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നിസ്സംശയം ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, PDP എന്നീ 3 പാർട്ടികൾ ചേർന്ന് ഒരു സഖ്യകക്ഷി സർക്കാർ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സ്മൃതി, നേരത്തെ ദാൽ ലേക്കിൽ ആദിൽ പാലോട് മനോഹരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കടന്നു പോകുന്നവരിൽ ആകെ 6 പേരോട് ചോദിച്ചു. 6 പേർക്കും നാഷണൽ കോൺഫറൻസ് INC ഒരു മുദ്രാവാക്യമായി മാറി. നമ്മുടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പക്ഷേ നേരിയ മുൻതൂക്കമാണല്ലോ കൊടുക്കുന്നത്. ആ നേരിയ മുൻതൂക്കം വരുമ്പോൾ അതിന് പിന്നാലെ ഈ ഭേദഗതി ഉണ്ടല്ലോ, നിയമഭേദഗതി. ആ ഭേദഗതി എങ്ങനെയായിരിക്കും? ബാക്കി സഖ്യത്തിന് മുഴുവൻ 46 കേവല ഭൂരിപക്ഷത്തിന്. പക്ഷേ BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല, 43 കിട്ടിയാലും മതി. ബാക്കി 5 പേരെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ ആ ഒരു സാധ്യതയുണ്ടോ? ജമ്മു കാശ്മീരിൽ 43 സീറ്റ് നേടുക BJP ഒറ്റയ്ക്കെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ജമ്മു റീജിയനിലാണ് BJPക്ക് ശക്തിയുള്ളത്. ആ റീജിയനിൽ ആകെയുള്ളത് 43 സീറ്റാണ്. ആ 43 സീറ്റിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 25 സീറ്റുകൾ നേടിയത്. അതേസമയം കാശ്മീർ റീജിയൻ എന്ന് പറയുന്നത് 47 സീറ്റുണ്ട്. അവിടെ ഈ പറഞ്ഞ മൾട്ടി കോർണേഡ് ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ കൂടിയും ആ ഫൈറ്റിൽ ആര് ജയിച്ചു വന്നാലും അവരൊരു സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കും. അപ്പോൾ പരമാവധി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്രാവശ്യം ജമ്മു കാശ്മീരിൽ ഒരു 20-22 സീറ്റുകളെ BJP നേടുകയുള്ളൂ. BDP പിടിക്കുന്ന വോട്ടുകൾ BJPക്കൊപ്പം പോവാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, അവർ മനസ്സ് തുറന്നു. അവർ പറഞ്ഞിരിക്കുന്നത് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും ഒരുമിച്ചൊരു ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ പിന്തുണയ്ക്കുക ഈ നാഷണൽ കോൺഫറൻസിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയുമാണെന്ന് PDP കഴിഞ്ഞിരിക്കുന്നു. കാരണം 2014 നമുക്കറിയുന്നത് പോലെ PDPയും BJPയും കൂടി സഖ്യം ചെയ്തു. ആ സഖ്യം ചെയ്ത് യഥാർത്ഥത്തിൽ PDP വോട്ട് ചെയ്തവരുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്ന പാർട്ടിയാണ് ഈ ജമ്മു കാശ്മീരിൽ PDP എന്ന് പറയുന്നത്. അപ്പോൾ PDP ഇനി ഒരിക്കൽ പോലും BJPയുമായി ചേർന്നുകൊണ്ട് ഒരു കളിക്ക് നിൽക്കില്ല. അത് അവരുടെ സർവൈവലിന്റെ പ്രശ്നമാണ്, അവരുടെ ഭാവിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇക്കുറി ഒരു സംശയവും വേണ്ട, നാഷണൽ കോൺഫറൻസിന് വലിയ എഡ്ജുള്ള തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. കോൺഗ്രസിനും നിശ്ചയമായ ഒരു എഡ്ജുണ്ട്. നമുക്കിപ്പോൾ 2014 കണക്കെടുത്ത് നോക്കിയാൽ 15 സീറ്റ് നാഷണൽ കോൺഫറൻസിൽ ഉണ്ടെന്നേ, 12 സീറ്റ് കോൺഗ്രസിനുണ്ട്. അവർ ചേരുമ്പോൾ 27 സീറ്റ് ഓൾറെഡി ഉണ്ട്. ആ 27 സീറ്റിനോടൊപ്പം ഒരു 13 സീറ്റ് കൂടി കൂട്ടിച്ചേർക്കാൻ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുകയാണെങ്കിൽ നിസ്സംശയം പറയാം ഇത്തവണ പ്രചാരണത്തിൽ കോൺഗ്രസ് എവിടെ ഊന്നുന്നു എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ കോൺഫറൻസ്. പക്ഷേ അവിടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളിപ്പോൾ ഈ ദാൽ ലേക്കിൽ നിന്ന് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഈ ഷിക്കാര ബോട്ട് ഓടിക്കുന്ന ആൾക്കാർ പറഞ്ഞത് അവിടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ്. വിനോദസഞ്ചാരികൾ വലിയ രീതിയിൽ വരും എന്നതായിരുന്നു ഈ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിന് ശേഷമുള്ള BJP പ്രഖ്യാപനം. അവരതിനൊരു പേരിട്ടു, നയാ കാശ്മീർ. ആ നയാ കാശ്മീർ അതൊരു പ്രശ്നമാണ്. ഈ നയാ കാശ്മീർ മാത്രം പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കാരണം ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ, അതിന് പകരം നയാ കാശ്മീർ എന്ന് പറഞ്ഞ മുദ്രാവാക്യമാണ് BJP മുന്നോട്ട് വെച്ചത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാവോ? കാശ്മീർ എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ്, ജമ്മു എന്ന് പറയുന്നത് ഹിന്ദു മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇനിയിപ്പോ കാശ്മീരിനെയാണ് പുനർനിർമ്മിക്കേണ്ടത് അവർക്ക്. അതുകൊണ്ടാണ് നയാ കാശ്മീർ എന്ന് പറയുന്നത് വളരെ വർഗീയമായ ഒരു മുദ്രാവാക്യമാണ് എന്നുള്ളൊരു ആരോപണം അവിടെ ഉണ്ട്. ആ നയാ കാശ്മീർ തിരിച്ചടിച്ചു എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ പറയുന്നത്. കാരണം അവിടെയുള്ള തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലാണ്. അവിടെ സാധാരണ രീതിയിൽ വലിയ നിക്ഷേപം വരുമെന്ന് പ്രതീക്ഷിച്ചു. വലിയ നിക്ഷേപങ്ങളൊന്നും ആ രീതിയിൽ വന്നില്ല. മാത്രമല്ല സുരക്ഷ, ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞു. സ്റ്റോൺ പെൽറ്റിങ്ങിന്റെ കാര്യത്തിലും
ആഭ്യന്തര കലാപത്തിലും ചെറിയ രീതിയിലുള്ള തടസ്സമുണ്ടെങ്കിലും അവിടെ വിനിമയമടക്കമുള്ള കാര്യങ്ങൾ, ഇന്റർനെറ്റിന്റെ സംവിധാനം അടക്കം തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവുന്നു. ഇതെല്ലാം BJPക്ക് തിരിച്ചടിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ തവണ 28 സീറ്റുകളാണ് PDP നേടുന്നത്. ഏകദേശം 22% വോട്ടിന്റെ ഷെയർ PDPക്ക് ഉണ്ടായിരുന്നു. ആ PDPയുടെ വോട്ട് ഷെയർ ഇത്തവണ 10% താഴ്ന്നാൽ ആ PDPയുടെ കാശ്മീർ വാലിയിലുള്ള 47 സീറ്റുകളിൽ നേടിയതാണല്ലോ ഇതിൽ 23 സീറ്റുകൾ. ആ 23 സീറ്റ് 23 സീറ്റുകളും PDP നേടുന്നത് അവിടെ നിന്നാണെങ്കിൽ ആ 23 സീറ്റുകളിൽ 13 സീറ്റുകൾ തീർച്ചയായും വിഭജിച്ചു പോയാൽ അത് BJP ക്യാമ്പിലേക്ക് പോവില്ല. പക്ഷേ റഷീദ് എഞ്ചിനീയറുടെ പാർട്ടി അവിടെയുണ്ട്, അവിടെ പീപ്പിൾസ് കോൺഫറൻസ് ഉണ്ട്, അവിടെ അപ്നി പാർട്ടിയുണ്ട്, ഇതടക്കമുള്ള 300ഓളം ചെറുകക്ഷികളുണ്ട്. ആ കക്ഷികളിലേക്ക് PDPയുടെ വോട്ട് വീതിച്ചു പോയാൽ മാത്രമേ ഒരു അപകടമുള്ളൂ. അല്ല, അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ റഷീദ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി അവിടെ പണിയെടുക്കുന്ന പാർട്ടിയാണെന്ന് ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ അവർ ആകപ്പാടെ 32 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതിൽ 31 സീറ്റുകൾ മത്സരിക്കുന്നത് എവിടെയാണെന്നറിയോ? കാശ്മീർ വാലിയിലാണ്. അതേസമയം ഒരു സീറ്റിൽ മാത്രമാണ് ജമ്മുവിൽ ഈ പറയുന്ന റഷീദ് എഞ്ചിനീയറിന്റെ പാർട്ടി മത്സരിക്കുന്നത്. റഷീദ് എഞ്ചിനീയർ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അവർ പിന്തുണയ്ക്കുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയും പിന്തുണയ്ക്കുന്നുണ്ട്. ശരിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം